സ്വർണ്ണക്കൊള്ളയിൽ ഓരോരുത്തരായി പുറത്തേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. കുറ്റപത്രമൊക്കെ എവിടെ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. SITക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചുവെന്ന്. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് പുറത്തിറങ്ങും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ അത് ബുധനാഴ്ചയായിരിക്കും വിജിലൻസ് കോടതി വാദം കേൾക്കുക. ഒപ്പം N വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. ദ്വാരപാലക ശില്പ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരനും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലും SIT ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. അറസ്റ്റിലായ ശേഷം 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഇതിനകം തന്നെ 2 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ഇന്ന് മറ്റൊരു പ്രതിക്ക് കൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനാണ് ദ്വാരപാലക പാളി കേസിലും കട്ടിളപ്പാളി കേസിലും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഇതോടുകൂടി ഇന്ന് തന്നെ സുധീഷ് കുമാറിന് ജയിൽ മോചിതനാകാൻ കഴിയും. നേരത്തെ കേസിലെ പ്രതികളായ മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹർജി വാദം കേൾക്കാനായി കോടതി മാറ്റി. ബുധനാഴ്ച വിശദമായ വാദം കേട്ട ശേഷമാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യത്തിൽ കോടതി തീരുമാനം പറയുക. നേരത്തെ ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ കഴിയുന്നത്. ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജയിൽ മോചനം വൈകും. അതിനൊപ്പം തന്നെ കേസിലെ മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരരുടെ കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ N വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് പൂർത്തിയായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാസുവിനെ ഹാജരാക്കി 14 ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇന്നലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ആൻജിയോഗ്രാം ചെയ്തു. ആരോഗ്യനിലയിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ്. ഏതായാലും ICUവിൽ നിരീക്ഷണത്തിൽ തുടരും എന്നാണ് മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം നാളെ തീരുമാനിക്കുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്.